ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം പരിചയപ്പെടാം കേട്ടോ. അതും 100% നാച്ചുറലായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ക്രീമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 100% റിസൾട്ടായിരിക്കും കേട്ടോ. എന്തായാലും സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്കിൻ വൈറ്റനിങ് ക്രീമിനെ കുറിച്ച് പറയാം. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക്, അതുപോലെ തന്നെ ആഗ്നെ സ്കാർ ഉള്ളവർക്ക്, അതുപോലെ സ്കിന്നിന് ഒരുപാട് ടാനിൻ്റെ പ്രശ്നമുള്ളവർ, ടാൻ അടിച്ചിരിക്കുന്നവർക്ക്, അതുപോലെ സൺബേൺ ഉള്ളവർക്ക്, ഇങ്ങനെയുള്ള എന്തൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഡൾനെസ് മാറാൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന വളരെ നാച്ചുറലായിട്ടുള്ള ഒരു എന്താ പറയുക ഫേസ് ക്രീമാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഒത്തിരി പേര് സ്കിൻ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് വന്നിട്ടുള്ള ഒത്തിരി പേര് എനിക്കറിയാം. കാരണം പെട്ടെന്ന് സ്കിൻ ബ്രൈറ്റ് ആവണം, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് സ്കിൻ വെളുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട്, അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലത്തെ വൈറ്റനിങ് ക്രീമുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നവർ അത്രയും ശ്രദ്ധിക്കണം. 100% കെമിക്കലാണ്. ഇത് ചെയ്യരുത്. ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പിലും പണി കിട്ടും. നമുക്ക് തോന്നും കുഴപ്പമില്ല, 2-3 മാസമായി വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. ചിലപ്പോൾ അത് 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് 100% ഉണ്ടാവും. അതിൽ ഒരു സംശയം വേണ്ട കേട്ടോ. അതുകൊണ്ട് ഞാൻ പല വീഡിയോസിൽ നിങ്ങളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഞാൻ ഒരിക്കലും അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, അതും എസ്പെഷ്യലി നമ്മളുടെ എന്താ പറയുക, സ്കിന്നിലേക്ക് കൊടുക്കുന്ന വൈറ്റനിങ് ക്രീം പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആൾക്കാർക്കും സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ തന്നെ ഈ വൈറ്റനിങ് ക്രീമൊക്കെ ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി പേരെ എനിക്ക് അറിയാൻ പറ്റും. കാരണം അവർക്ക് അറിയില്ല, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയില്ല. പ്രോപ്പർ ഒരു പ്രപ്പിംഗ് പോലും ഇല്ലാതെയാണ് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് നമ്മളുടെ സെല്ലിന് എന്താ പറയുക കെമിക്കൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പോലും അറിയാതെ ഉള്ളിൽ നമ്മുടെ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ പതുക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കണം എന്നല്ലാതെ ഉള്ളിൽ നമ്മുടെ സ്കിന്നിൻ്റെ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നൊരു 10 ദിവസത്തേക്ക് നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ വിഷമിക്കുന്ന രീതിയിലായിരിക്കും നമുക്കിതിൻ്റെ റിസൾട്ട് വരിക. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിക്കരുത്. ഞാൻ ഇത്രയും എടുത്ത് പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് പേരെ ഞാൻ സ്കിൻ നോക്കുന്നുണ്ട്, സ്കിൻ കൺസൾട്ട് ചെയ്ത് അവർക്കുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ എനിക്ക് കൂടുതലും വരുന്നത് ഇതുപോലെ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസിലും അത് എടുത്തെടുത്ത് പറയുന്നത്, ദയവ് ചെയ്ത് അത് ചെയ്യരുത് എന്നുള്ളത് ഞാൻ അത്രയും പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ചെയ്യണ്ട. അപ്പോൾ ഞാൻ ഇന്ന് നാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വൈറ്റനിങ് ക്രീം റെഡിയാക്കാം എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞു തരുവാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് ബദാം എടുക്കണം. ബദാം നമുക്ക് 10 ഇന്ന് വൈറ്റനിങ് ക്രീം തന്നെ ബദാമിൻ്റെ ക്രീമാണെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ 10 to 15 നമുക്ക് ബദാം എടുക്കുക, ആൽമണ്ട് എടുക്കുക. അത് നമുക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറിൽ കുറച്ച് വെള്ളം കേട്ടോ. ഇപ്പോൾ ഒരു എന്താ പറയുക 15 ഒരു ബദാം നമുക്കൊന്ന് അതിനകത്ത് കിടക്കാൻ പാകത്തിന് ഒരു കുറച്ച് വെള്ളത്തിൽ ബൗളിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക. നന്നായിട്ട് വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ അതിൽ സോക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് ഇത് പിറ്റേ ദിവസം എടുക്കുക. തലേ ദിവസം വെക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ എടുത്തിട്ട് നമ്മളിതിൻ്റെ സ്കിന്നെല്ലാം തന്നെ പീൽ ചെയ്ത് കളയണം. പീൽ ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മിക്സിയിലിടുക. എന്നിട്ട് ഇത് ഒന്ന് അടിച്ചെടുക്കാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം, ഒരു 4-5 സ്പൂൺ എടുത്താൽ മതി. അല്ലെങ്കിൽ അതിൽ നമുക്കത് അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കുറച്ച് ഒരുപാടായി വെള്ളം പോലെ ആവരുത് കേട്ടോ, ഒത്തിരി തിക്കും ആവണ്ട. എന്ന് വെച്ച് ഇത് ശരിക്കും ഒന്ന് ഗ്രൈൻഡറിലൊന്ന് ബ്ലെൻഡായി വരണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഒരു സ്ട്രെയിനർ എടുത്ത് നമ്മൾ അരിപ്പ ഉണ്ടല്ലോ അതിലേക്കോ, അല്ലെങ്കിൽ വൈറ്റ് ക്ലോത്ത് എടുക്കുക. വൈറ്റ് ക്ലോത്തിനകത്ത് ഇത് ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബദാം മിൽക്ക് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു ബൗളിലേക്ക് എടുക്കുക. എന്നതിന് ശേഷം ഈ ബദാം മിൽക്കിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക ആൽമണ്ട് ഓയിൽ എടുക്കുക. 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ എടുക്കുക. അതിലേക്ക് കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ എടുക്കുക. അപ്പോൾ ബദാം ഓയിൽ 1 സ്പൂൺ നമ്മൾ എടുത്തിട്ട് വൈറ്റമിൻ ഇ ഓയിൽ എടുക്കുക. ഇനിയിപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷോപ്പിലെല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ 2-3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. സ്കിൻ ഭയങ്കര ഓയിലി ആയിട്ടുള്ളവർ അത് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതല്ലാത്തവർ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ
ഒരു 2 to 3 2 to 3 നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ മാത്രം, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഓയിലാണ് കുറച്ചും കൂടെ ബെറ്റർ. വൈറ്റമിൻ ഇ ഓയിൽ കിട്ടുവാണെങ്കിൽ ഓയിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് അലോവേറ ജെൽ എടുക്കുക. അലോവേറ ജെല്ല് നമുക്ക് 3 to 4 സ്പൂൺ, അതേ ചെറിയ സ്പൂണിന് 4 സ്പൂൺ വരെ എടുക്കാവുന്നതാണ്. 2 to 3 അല്ലെങ്കിൽ 3 to 4 ആ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ലപോലെ അത് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കറിയാം നല്ലൊരു എന്താ പറയുക, നല്ല സ്മൂത്ത് ആയിരിക്കും, ശരിക്കും ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മളൊരു ക്രീമൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു കുപ്പി ഗ്ലാസിൻ്റെ ജാറിൽ ഇതൊന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 to 15 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസ് മസാജിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിലും സൂപ്പറായിരിക്കും കേട്ടോ. നമ്മുടെ ഫേസ് മസാജ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കര റിസൾട്ടാണ്. ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്കൊരു നൈറ്റ് കെയർ ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഡേ കെയർ ആയിട്ട് ഭയങ്കര ഓവർ ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ ഇത് എടുക്കാൻ പറ്റും കേട്ടോ. ഒരു രാവിലെ ആണെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. മസാജിങ്ങിന് എസ്പെഷ്യലി സൂപ്പറാണ്. ആൻറ്റി ഏജിങ്ങിന് ഉള്ളവർക്ക് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ആൻറ്റി ഏജിങ്ങിന് ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ബേസിൽ ഉപയോഗിക്കുക. അല്ലാതെ 4 ദിവസം ചെയ്തു അതൊക്കെ മതി, വലിയ മാറ്റമൊന്നും കാണുന്നില്ല എന്നുള്ള രീതിയിലല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളത് കുറച്ച് നാളുകൾ അത് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയുക. അതുപോലെ തന്നെ നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതിയോ, സ്കിൻ കെയർ ഒന്നും ചെയ്യണ്ടേ, അപ്പോൾ ഇത് മാത്രം ചെയ്താൽ സ്കിന്ന് റെഡി ആവുമോ എന്നുള്ളതല്ല. ഇതിൻ്റെ കൂടെ നിങ്ങൾ പ്രോപ്പർ സ്കിൻ കെയറും കൂടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഒരു വൈറ്റനിങ് ക്രീമായിട്ടൊക്കെ ഇതുപോലെ എടുക്കാം. ഒരുപാട് പേരുടെ സ്കിന്നിൽ ഡൾനെസ് ഒക്കെ മാറ്റാനായിട്ട് നമ്മളൊരു ബേസ് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലത്തെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ആയിരിക്കും. സ്കിൻ കെയർ ചെയ്യാത്ത ഒരാൾ, ഇപ്പോൾ നമ്മളൊരു പ്രോപ്പറായിട്ട് ക്ലെൻസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ടോണർ യൂസ് ചെയ്യുന്നില്ല, മോയ്സ്ചറൈസർ ചെയ്യുന്നില്ല, എന്താണ് ഈ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, അതും കൂടെ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ക്ലെൻസിങ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണോ ക്ലെൻസർ ആണോ, എന്താണ് ഈ ഫേസ് വാഷും ക്ലെൻസറും തമ്മിലുള്ള ഡിഫറൻസ്, അതും കൂടെ പറഞ്ഞു. ക്ലെൻസർ എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ്. ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിൻ്റെ പുറമേ കാണുന്ന ലെയർ ക്ലീൻ ചെയ്യുന്നതാണ്. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പർ ക്ലീനിങ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യും. അതാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അതിനുശേഷം അപ്പോൾ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ടോണർ മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ടോൺ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ പോഴ്സ് എല്ലാം ഓപ്പൺ ആയി നമുക്ക് പോലും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സെറ്റ് ചെയ്യാനായിട്ട് ടോണർ യൂസ് ചെയ്യണം. ടോണർ കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചർ ചെയ്യണം. ടോണർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോയ്സ്ചർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ പറയുക, മോർണിംഗ് ആണെങ്കിൽ നൈറ്റ് ക്രീമോ അങ്ങനെ ഉപയോഗിക്കാം. നൈറ്റ് ആണെങ്കിൽ നൈറ്റ് നമ്മൾ സിറോ ഒക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ, പിന്നെ നൈറ്റ് ക്രീം അങ്ങനെ പോവാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ നിങ്ങളൊരു എന്താ പറയുക, അഡീഷണൽ ആയിട്ടുള്ള പാക്കുകൾ, അതുപോലെ ഇതൊക്കെ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു തരുന്നത്, ഈ ക്രീം ഉണ്ടല്ലോ, ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ആൻറ്റി ഏജിങ്ങിൽ ഭയങ്കര, കാരണം ആൻറ്റി ഏജിങ്ങിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് റിങ്കിൾസും ഡ്രൈനെസ്സുമാണ്. അങ്ങനെയുള്ളവർക്ക് സൂപ്പറായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കേട്ടോ. അവർക്ക് ഒന്ന് ഇത് എന്താ പറയുക, അപ്ലൈ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകിട്ടോട് കൂടിയിട്ടൊക്കെ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കുറേ സമയം അങ്ങനെ ഇരിക്കുക. എന്നിട്ട് നൈറ്റ് ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾ നൈറ്റ് കെയർ റൊട്ടീൻ ചെയ്യുക. എന്നാലും നല്ല റിസൾട്ടാണ് കേട്ടോ. എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ദിവസം 1-2 പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. പക്ഷേ സ്കിൻ കെയർ നിർബന്ധമാണ്. സ്കിൻ കെയർ ഇല്ലാതെ ചെയ്യരുത്. അത് ഏത് ഏജിലാണെങ്കിലും നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, സ്കിൻ കെയറിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടിയാൽ ഓക്കെ ആയിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യും.
ഒരു 3 months കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ്റെ ടെക്സ്ചർ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തുതരും. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് സ്കിൻ കെയർ എന്നുള്ളത് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ്, മിക്ക ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ് സ്കിൻ കെയർ എന്നറിയില്ല, എന്ത് പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യണം എന്നറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇഷ്യൂസാണ്. അപ്പോൾ എന്ത് പ്രൊഡക്റ്റാണ് എനിക്ക് വേണ്ടതെന്നൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എന്താണ് സ്കിൻ കെയർ എന്നുള്ളതും എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം, എന്ത് പ്രൊഡക്റ്റാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇപ്പോൾ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അതെല്ലാം തന്നെ നമുക്കൊരു 3 months കൊണ്ട് ക്ലിയർ ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്ലിയർ സ്കിന്നാണ് ഞാൻ ഇവിടെ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ മെസ്സേജ് ചെയ്യുക. കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ നമ്പർ ഉണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്യുവാണെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ പറ്റും. സോ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡൻസ് എടുക്കാവുന്നതാണ്. ഗൈഡൻസിലൂടെ കംപ്ലീറ്റ് ആയിട്ടും നല്ലൊരു ഹെൽത്തി സ്കിൻ, നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു സ്കിൻ ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു 10 ദിവസത്തേക്ക് വേണ്ടിയിട്ട് അയ്യോ പെട്ടെന്ന് എനിക്ക് ബ്രൈറ്റ് ആവണം, അത് അങ്ങനെയുള്ള ഒരു പരിപാടിക്കേ ചെയ്യരുത്. ആദ്യം നമ്മൾ സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് ഉള്ളിൽ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് ഹെൽത്തി ആക്കി അത് പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും. നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ സ്കിന്നിന് ഇനിയിപ്പോൾ ഏത് പ്രായം ആയിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല. കാരണം അതൊക്കെ ഞാൻ പറയുന്നത് എല്ലാം നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ സ്കിന്നിനെ പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമോ കാര്യങ്ങളോ അല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒന്നും അറിയില്ല എന്ന് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഗൈഡ് ചെയ്ത് തരും. വെറുതെ അല്ല കേട്ടോ. 5,000 rupees എനിക്ക് 3 monthsന് എൻ്റെ ഫീസ് ഉണ്ട്. അത് തരാൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ കൺസൾട്ട് ചെയ്ത് വീഡിയോ കോൾ വഴി കൺസൾട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. അങ്ങനെ 3 മാസം ഞാൻ നിങ്ങളുടെ കൂടെ. അതിന് ശേഷം എൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല. കാരണം പിന്നെ അത് കഴിയുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് അത് ചെയ്തോളും കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ വൈറ്റനിങ് ക്രീം ഞാൻ വീണ്ടും പറയണം, അത്രയും സൂപ്പർബാണ് ഇത്. ഈ സ്കിൻ കെയറിൻ്റെ കൂടെ ഇതും കൂടെ ട്രൈ ചെയ്ത് പോകണം. നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തായാലും മെസ്സേജ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ എന്താ പറയുക, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഞാൻ പറയുവാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ എന്തിനാ മടി, ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.